നമുക്ക് ചെമ്മീൻ തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറക്കാനായിട്ട് ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇടുക. അമക്കൊന്നും എടുത്തിട്ടില്ല, വെറുതെ അല്ലാതെ എടുത്തിരിക്കുക. നമുക്ക് സിമ്മിനെ കയ്യിൽ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കാം. ഒരു 2-3 വലിയ ഉള്ളി ചെറുതായി കുറച്ചരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആരും ചേർക്കാത്ത 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാ കേട്ടോ. ഒരു 5-6 കുരുമുളക്. അതിൻ്റെ ചുവ മുന്നിൽ നിൽക്കാൻ പാടില്ല. അല്പം ഉലുവ. തീയലിന് ആരും ഇത് ചേർക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിഞ്ചുലുവ അതും കൂടെ ചേർത്ത് നല്ലൊരു മണമാണ് കേട്ടോ ഇത് ചേർത്താല്. നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില. ഞാൻ പറിച്ചു വെച്ചത് വാടിപ്പോയി കേട്ടോ, അതാ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയല്ല ഇടുന്നതെങ്കിൽ, മുളകാണ് ഈ സമയത്ത് ഇടണം, മുളകും മല്ലിയൊക്കെ. അതല്ല പൊടിയാണെങ്കിൽ നമുക്കിത് മൂത്തിട്ടിട്ടാൽ മതി. ഞാൻ അങ്ങനെയാ ചെയ്യാറ്. നമുക്കിത് നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വറുത്തെടുക്കണം, നല്ലപോലെ മൂക്കണം. എന്നാലേ ടേസ്റ്റും കളറും ഉണ്ടാവത്തുള്ളൂ. കാണാനൊരു ഭംഗിയും ടേസ്റ്റ് ഉണ്ടാവണേലും മൂക്കണം. എനിക്ക് തോന്നുന്നു ആരും തീയലിന് ഉലുവയും കുരുമുളകും ഇടാറില്ലെന്ന് തോന്നുന്നു. ഈ ചെമ്മീൻ തീയലിന് മാത്രം ഇടുന്നതാ ഞാൻ കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാ. എനിക്ക് പണ്ടൊന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ അമ്മയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയും, ഇത് 2-3 കുരുമുളക്, ഒരു ശകല ഉലുവ ഇട്ടാൽ നല്ല ടേസ്റ്റും മണവുമാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതാ. എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. അതിങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ എളുപ്പം മൂത്തും കിട്ടും. നമ്മുടെ തേങ്ങ ആയി വരുന്നുണ്ട്. ഒത്തിരി മൂത്ത് പോകരുത്. ഒത്തിരി മൂത്ത് പോയാൽ കഴിക്കും. എന്നാൽ മൂക്കാതെ ഇരിക്കരുത്. ഒരല്പം കൂടെ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാതെ, സിമ്മിലായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടി കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. ഇത് അത്യാവശ്യം എരിവുണ്ട് ഇതിന്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇത് ഇരുമ്പിന്റെ തവ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അപ്പൊ അതിലിരുന്നൊന്ന് മൂത്ത് കിട്ടും. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മണമുണ്ട്. ആ കുരുമുളക് ഉലുവയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പ് വരട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം വെള്ളമുണ്ട്, അതൊന്നും വലിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കടുക് താളിക്കാം ഈ സമയത്ത്. പക്ഷെ ഞാനിപ്പോൾ താളിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ താളിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് കടുക് ഒരു വെന്ത ഒരു ഇത് വരും. അതിൽ നല്ല നമ്മൾ ലാസ്റ്റ് കടുക് വറുത്തിട്ട് ചേർക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേക്ക് ഇത് ഞാനൊരു 3/4 കപ്പ് ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി, ചുമന്ന ഉള്ളി, അതരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്കിത് കുറച്ച് തേങ്ങാക്കൊത്ത് കണ്ടോ, അതിട്ട് കൊടുക്കുക. ഒരു 2 വലിയ പച്ചമുളക് അരിഞ്ഞത് കണ്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ചുമക്ക വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഞാൻ മുരിങ്ങക്ക ഇങ്ങനെ ഒന്ന് പൊളർന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങ് മുറിച്ച് മാറ്റിയിട്ടില്ല, ഒന്ന് വിടർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്തോട്ടെ. ഒന്ന് കുറച്ചൊരു ബ്രൗൺ നിറമായിക്കോട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പച്ച കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ കിടന്നോട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെറിയ ചെമ്മീനാണ് കേട്ടോ, കഷ്ടപ്പെട്ടു അത് പൊളിച്ചെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ നടുവിലത്തേതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ്, ഇല്ല നമുക്ക് വയറുവേദന ഉണ്ടാവും. അപ്പൊ ഈ ചെറിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. 1 കപ്പോളം ഉണ്ട്, ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ടിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വേവില്ല, എന്നാലും ഒന്ന് വെന്ത് വരട്ടെ. പൊടി പോലത്തെ ചെമ്മീനാ, ശരിക്കും കഷ്ടപ്പാടായിരുന്നത്
പൊളിച്ചെടുത്തിട്ട് അതിന്റെ നടുവിലത്തേക്ക് കളയാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരപ്പൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും തിളക്കുക എളുപ്പം പറയുന്നതാണ് തിളക്കാന്ന്. നമുക്കിത് സിമ്മിലാണ് ഞാൻ ഇട്ടെടുത്തത്. ചട്ടിയല്ലേ, അപ്പൊ അത് ഒത്തിരി ചൂട് വേണ്ടല്ലോ, അതിൽ കിടന്ന് വെന്തോളും. മൂടി വെച്ച് കൊടുക്കാം. സിമ്മിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലപോലെ തിളച്ചും മുരിങ്ങയ്ക്ക വെന്തോന്ന് നോക്കാം. മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ തിളപ്പിച്ച്, ഞാൻ പറഞ്ഞിട്ടില്ലേ പല വീഡിയോയിലും, തിളപ്പിച്ച് വെള്ളം എടുത്ത് വെക്കുമെന്ന്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ചെമ്മീനിന് ഒരല്പം മതിരിപ്പുള്ളത് കൊണ്ട് ഒരല്പം പുളി കൂടുതൽ വേണം. ഒന്ന് വെച്ച് ഒത്തിരി കൂടരുത്, അത്യാവശ്യം പുളി വേണം. എന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ നല്ലപോലെ തിളച്ച് വരട്ടെ. അത്യാവശ്യം പുളിയെല്ലാം പിടിച്ച് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകും ഉലുവയും ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അധികമായി പോകല്ലേ. കുരുമുളകിന്റെ ഒന്നും ടേസ്റ്റ് മുന്നിൽ വരാൻ പാടില്ല. ഇതിന് ആ ജാറ് കഴുകി അല്പം വെള്ളം കൊടുക്കും. ഇനി അത് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി കൂടെ കുറുകി വന്നോട്ടെ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാറ് വെക്കാം. സമയം ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർക്കാം. നമുക്ക് അല്പം ഉപ്പ് കൊടുത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, നല്ലതാണ്. അതായിട്ടൊന്ന് തിളച്ചതേൽ എരിവൊക്കെ ഒന്ന് പിടിച്ചത്. ഇത്രയും മതിയെ. നമുക്കിനി ഇതിനൊന്ന് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വേണ്ട, കുറച്ച് മതി. 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 2 മുളകും കൂടി ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും മതി. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിനാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം.